നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മെയ് മാസം 24-ാമത്തെ തീയതി. ഈ ദിവസം എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും ഞങ്ങൾ നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന സംഖ്യാപുസ്തകം 23-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം സങ്കടകരമായ ഒരു അധ്യായമാണ്. കാരണം ദൈവജനത്തെ വിലക്കി വയ്ക്കാനായിട്ട് ശ്രമിച്ചതായിരിക്കുന്ന ബിലെയാമിൻ്റെ ഒരു വല്ലാത്ത പ്രാർത്ഥനയാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുന്നത്. എന്താ പ്രാർത്ഥന? ബിലെയാം പറഞ്ഞു, ഭക്തന്മാർ മരിക്കും പോലെ ഞാനും മരിച്ചിരുന്നെങ്കിലെന്ന്. ഭക്തന്മാർ മരിക്കും പോലെ ഞാനും മരിച്ചിരുന്നെങ്കിലെന്ന്. കള്ളപ്രവാചകനായ ബിലെയാമിനോട് ദൈവം വ്യക്തിപരമായി സംസാരിച്ചതാണ്. ബാലാക്കിൻ്റെ കൂടെ നീ പോകരുത്. പക്ഷേ അവൻ പറഞ്ഞു, എന്നാൽ അവന് പോകണം. ദൈവം പറഞ്ഞു, ശരി പോക, എന്നാൽ ദൈവജനത്തെ ശപിക്കരുത്. എന്നാൽ അവന് പണം കിട്ടണം. പണം കിട്ടണേ ശപിച്ചെങ്കിലും വെക്കും. ബാലാക്കിൻ്റെ കയ്യിലിരിക്കുന്ന ചാക്ക് നിറയെ അല്ലെ ചാക്കുകൾ നിറയെ ഉള്ള സ്വർണവും വെള്ളിയും അത് ബിലെയാമിൻ്റെ കയ്യിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവജനത്തെ ബിലെയാം ശപിക്കണം. അല്ലാതെ ബാലാക്ക് പണം നൽകുകയില്ല. ഒടുവിൽ ദൈവജനത്തെ ശപിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ലെന്ന് ബിലെയാമിന് പ്രത്യക്ഷമാണ്. വായ് തുറക്കുമ്പോൾ ദൈവം അനുഗ്രഹമായിട്ട് കൊടുക്കുന്നു. എന്തൊരു കാര്യമാണ്! ശപിക്കാൻ വായ് തുറക്കുന്ന, പക്ഷേ വരുന്നത് വാക്കുകൾ അനുഗ്രഹമാണ്. അതെ, അങ്ങനെയാണ്. അവസാനം ബിലെയാം ആകെ വിഷമിച്ചു. ബാലാക്ക് അതിനേക്കാൾ വിഷമിച്ചു. ബാലാക്ക് പല്ലുമൊക്കെ ഒട്ടിച്ച് കൈവൊക്കെ തിരിഞ്ഞ് പറഞ്ഞു, നിന്നെ ഞാൻ ശപിക്കാനാണ് വിളിച്ചത്, നീ കൂടെ കൂടെ അനുഗ്രഹിച്ച് എത്ര ആവശ്യമായിരുന്നു, എനിക്ക് പൈസ തിരികരുത്, സ്ഥലം വിട്ടോളൂ. ബിലെയാം പറഞ്ഞു, ഞാനെന്തോ ചെയ്യാനാ? ശപിക്കാനായിട്ട് വാ തുറക്കുമ്പോൾ അനുഗ്രഹമായി വരുന്നത്, ഞാനെന്തോ ചെയ്യാനാ? എന്നിട്ട് പറഞ്ഞ് അവരനുഗ്രഹിക്കപ്പെട്ട ജനം അവരനുഗ്രഹിക്കപ്പെടുകയല്ലേ ചെയ്യുമെന്ന് പറഞ്ഞു. ഇസ്രായേലിന് ശാപം ഫലിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ ശപിച്ചാലും പ്രയോജനമില്ല, അത് ഫലിക്കാത്തൊരു ജനമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം എപ്പോഴും ഉണ്ട് കേട്ടോ. ശാപം ഫലിക്കാത്ത ചില ജനങ്ങളുണ്ട്. അവർ സാക്ഷാൽ ദൈവമക്കളാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, അവർ കർത്താവിനെ സേവിക്കുന്നവരാണ്. അവരെ ശപിച്ചാലൊന്നും ഫലിക്കുകയില്ല. കാരണം കൂടാതെ ശാപം അല്ലെങ്കിലും ഫലിക്കുകയില്ല. അവരെ ശപിച്ചാൽ എങ്ങനെ ഫലിക്കുന്നത്? കർത്താവിൻ്റെ മക്കളല്ലേ അവർ കർത്താവിനെ സ്നേഹിക്കുന്നവരല്ലേ. കർത്താവ് തൻ്റെ തൂവൽ കൊണ്ട് തൻ്റെ ചിറക് കൊണ്ട് അവരെ മറയ്ക്കും. ഈ ശാപമൊന്നും അവിടെ ഫലിക്കുകയില്ല. എത്ര ശാപങ്ങൾ അങ്ങനെ വരും, ഒരിക്കലുമില്ല. പക്ഷേ ബിലെയാമിന് കാശ് കിട്ടണം. ബിലെയാം അങ്ങനെ ചിന്തിച്ചു, ശപിക്കാനൊട്ടൊക്കുമില്ല, കാശിട്ട് വേണം താനും. ഭയങ്കര സൂക്ഷ്മബുദ്ധിക്കാരനായിരുന്നു ബിലെയാം. അവൻ ചിന്തിച്ചാലോചിച്ചൊരു മാർഗം കണ്ടെത്തി. എന്തുവാ മാർഗം കണ്ടെത്തുന്നറിയാമോ? ബാൽപെയോറിൻ്റെ പെരുന്നാളാണ് വരുന്നത്. ബാൽപെയോറിൻ്റെ പെരുന്നാളിന് അവരുടെ പെരുന്നാളിന് സ്ത്രീകളെല്ലാം ഒരുങ്ങി വൃത്തിയായിട്ട് വസ്ത്രമൊക്കെ ധരിക്കും. ധാരാളം തിന്നാനും കുടിക്കാനും ഉണ്ട്. പുരുഷന്മാർ നൃത്തം, പെണ്ണുങ്ങളുമായിട്ട് നൃത്തം ചവിട്ടുകയും ഒക്കെ ചെയ്യും. പിന്നെ അന്നത്തെ കാലത്തെ വിഗ്രഹാരാധനയുടെ ഭാഗമായിരുന്നു ലൈംഗിക ബന്ധങ്ങളൊക്കെ പുലർത്തുക എന്ന് പറഞ്ഞത്. ജനം തിന്നാനും കുടിക്കാനും ഇരുന്ന് കളിപ്പാൻ എഴുന്നേറ്റ്. കളിപ്പാൻ എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ ലൈംഗികതയുള്ള വാക്കാം. തിന്നാനും കുടിക്കാനും ഇരുന്ന് കളിപ്പാൻ എഴുന്നേറ്റു. ഇവിടെയും ബിലെയാം പറഞ്ഞു കൊടുത്തു ബാലാക്കിനോട്, എടോ നിങ്ങളുടെ ബാൽപെയോർ പെരുന്നാൾ വരികയല്ലേ? ആണോ? ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ നല്ല സുന്ദരികളായ 100 പെണ്ണുങ്ങളെ ഇവിടെ തിരഞ്ഞെടുക്കുക, അവളുമാരുന്നായിട്ട് ഊരുക്ക്, എന്നിട്ട് ഇസ്രായേലിൻ്റെ കൂടാരങ്ങളിലേക്ക് പറഞ്ഞയക്കുക. ഇസ്രായേലിൻ്റെ പുരുഷന്മാരുമായിട്ട് ചെന്ന് ചങ്ങാത്തം പിടിക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്താണ് അവരോട് പറ, ഐ എം റെഡി ഇഫ് യു ആർ റെഡി. അങ്ങനെ അങ്ങ് പോകും. ദൈവം തമ്പുരാൻ ബാക്കി നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞു. നീ പിന്നെ ഒന്നും അറിയണ്ട, നിനക്ക് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞാൽ ബാക്കി ദൈവം തമ്പുരാൻ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞു. കാരണം ഇസ്രായേലിൻ്റെ ദൈവം നീതിയുള്ള ദൈവമാണ്, വിശുദ്ധനായ ദൈവമാണ്. അശുദ്ധി അവൻ സമ്മതിക്കുകയില്ല. അതും ഈ ബാലിൻ്റെ ആളുകളുമായിട്ട്, മോവാബിരായ പെണ്ണുങ്ങളുമായിട്ട് ഒരു വിധത്തിൽ ദൈവം ഇണയല്ലാപ്പെട്ട് ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. വ്യാജനായ ബിലെയാം പറഞ്ഞത് ഫലിച്ചു കേട്ടോ. മോവാബ്യ സ്ത്രീകളുമായിട്ട് അവർ പരസംഗം ചെയ്തു. അതിൻ്റെ ഫലമായി 24,000 ഇസ്രായേലിലെ പുരുഷന്മാരെയാണ് ദൈവം കൊന്നു കളഞ്ഞത്. ബിലെയാമിൻ്റെ ശാപം കൊണ്ട് അത്രയും ചാവില്ലായിരുന്നു, അത്രയധികം ആളുകൾ. അങ്ങനെ ദുഷ്ടനായിരിക്കുന്ന ബിലെയാം പണത്തിനു വേണ്ടി ദൈവമക്കളെ വിറ്റവനാണ്. അതിനാ ബിലെയാമിൻ്റെ വഴിയെന്ന് പറഞ്ഞാൽ പണം സമ്പാദിക്കാനായിട്ട് ഏത് അധാർമികതയും ചെയ്യും, ഏത് ദൈവമക്കളെയും അവൻ വിറ്റ് കാശ് വാങ്ങിക്കും. അതെ, അങ്ങനെയുള്ള ആളുകളുണ്ട്, ഇന്നുമുണ്ട്. ദൈവമക്കളെ വിറ്റ് കാശ് വാങ്ങുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ വ്യാജനായ ബിലെയാമിന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? അവൻ പറഞ്ഞു, ഭക്തന്മാർ മരിക്കുമ്പോൾ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. എന്ത് നല്ല ആഗ്രഹമാണ്! ദൈവമക്കളെ വിറ്റ് കാശ് വാങ്ങുകയും വേണം, ദൈവമക്കളെ പോലെ മരിക്കുകയും വേണം. ഒക്കുമോ? നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, കക്ഷത്തിരിക്കുന്നത് പോവുകയും വരുന്നത് ഉത്തരത്തിരിക്കുന്നത്
എടുക്കുകയും വേണോ, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ഇരിക്കുകയും വേണം, അച്ഛൻ്റെ കൂടെ അമ്മാത്ത് പോവുകയും വേണമെന്ന് പറഞ്ഞ പോലെ. അത് സാധിക്കുമോ? സാധിക്കില്ല. അത് സാധിക്കില്ലെന്നുള്ളത് ഈ വിലയാൻ മനസ്സിലാക്കേണ്ടതാണ്. അഭക്തനെ പോലെ ജീവിച്ച് കൊള്ളിക്കരുതാഴി പ്രസംഗിച്ച് കിടക്കുന്നവന് ഭക്തനെ പോലെ മരിക്കണമെങ്കിൽ നീ ഭക്തനെ പോലെ ജീവിച്ചെങ്കിലേ ഭക്തനെ പോലെ മരിക്കാൻ ഒക്കൂ. ഭക്തനെ പോലെ മരിക്കുന്നത് എല്ലാവർക്കും ഉള്ളതല്ല, ഭക്തൻ്റെ അവകാശമാണ്. നീ ആ ഭക്തൻ്റെ അവകാശത്തിൽ എങ്ങനെ കൈവെക്കുന്നത്? നീ ദൈവജനത്തെ വിറ്റ് കളഞ്ഞവനല്ലേ? 24,000 പേരുടെ കൊലപാതകത്തിൽ നീ ഉത്തരവാദിയല്ലേ? എന്നിട്ട് നീ പറയുക നീ മരിക്കുമ്പോൾ ഭക്തനെ പോലെ മരിക്കണമെന്ന്, അബ്രഹാമിനെ പോലെ ഇസാക്കിനെ പോലെയൊക്കെ മരിക്കണമെന്നും. എങ്ങനെ സാധിക്കും? സാധിക്കുകയില്ല. പക്ഷേ ഈ വ്യാജനായ ബിലയാമിന് ഒരു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ അതിശയിപ്പിച്ചു. അങ്ങനെ ഒരുപാട് ആളുകൾക്കുണ്ട്. വളരെ മോശമായി ജീവിക്കുന്ന ആളുകൾക്ക് ഒരാഗ്രഹമുണ്ട്, ചാകുമ്പോൾ നല്ലവനായിരിക്കണം. പണ്ട് തെമ്മാടിയായി ജീവിച്ച 2 ചേട്ടന്മാരെ കുറിച്ചുള്ള കഥ കേട്ടിട്ടുണ്ട്. 2 പേരും മഹാതെമ്മാടികളാണ്. ചേട്ടനെ ആരോ കുത്തിക്കൊന്നു, അവൻ്റെ ശവസംസ്കാരമാണ്. അനിയനെ അച്ഛനോട് എന്ന് പറഞ്ഞു, അച്ഛോ എനിക്കൊരാഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ ആ ആഗ്രഹം നിവർത്തിച്ച് തരാമെങ്കിൽ അച്ഛനെ 25,000 രൂപ കാശ് ഇപ്പം തരാമെന്ന് പറഞ്ഞു. ഞാൻ കേൾക്കേണ്ട ആഗ്രഹം എന്ന് പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് അച്ഛൻ ശവസംസ്കാരത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി. എൻ്റെ ജ്യേഷ്ഠൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. അത്രയും പറഞ്ഞു. എനിക്കത് കേൾക്കണം. എല്ലാവരും ഞങ്ങൾ ചട്ടമ്പികൾ തെണ്ടികളാണ് തെമ്മാടികളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അച്ഛൻ്റെ വായിൽ നിന്ന് അങ്ങനെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞാൽ 25,000 രൂപ നേക്കാൻ പറഞ്ഞു. ഇതൊക്കെ ഉണ്ടായ കഥയൊന്നും ആയിരിക്കില്ല, ഇമാജിനറി സ്റ്റോറി ആയിരിക്കും. ഏതായാലും അച്ഛന് ശവസംസ്കാരത്തിൽ പറഞ്ഞു, ഈ കൊല്ലപ്പെട്ടവൻ്റെ ജ്യേഷ്ഠൻ അനിയനെക്കുറിച്ചാണ് എല്ലാം പറയുന്നത്. ഈ കൊല്ലപ്പെട്ടവൻ അനിയനുണ്ട്, ഇത്ര മോശമായൊരു മനുഷ്യൻ, വൃത്തികെട്ട ഒരു മനുഷ്യൻ ലോകത്തെങ്ങുമില്ലെന്നൊക്കെ ഒത്തിരി പറഞ്ഞിട്ട് എന്നാൽ ഈ കൊല്ലപ്പെട്ട ജ്യേഷ്ഠൻ അവനേക്കാൾ അല്പം കൂടെ നല്ലവനായിരുന്നു. അപ്പം പറഞ്ഞല്ലോ നല്ലവനായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിക്കുകയുള്ളൂ ഭക്തന്മാരല്ലാത്തവർക്ക്. അല്ലാതെ അവൻ നല്ലവനായിരുന്നു എന്ന് പറയാനായിട്ട് കഴിയുമോ? അങ്ങനെ കഴിയില്ല. എങ്ങനെ കഴിയുന്നത്? അങ്ങനെ കഴിയില്ല. ബിലയാം ഒരു ഭക്തനാണെന്ന് പറയാനായിട്ട് കഴിയില്ല. ബിലയാം ഒരു ഭക്തനായിരുന്നില്ല. ഇന്നും ബിലയാമിന് ഭക്തനാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്നോടൊരിക്കൽ ചോദിച്ചു, അല്ല ബിലയാം ഒരു നല്ല ഭക്തനായിരുന്നില്ലേ എന്ന് പറഞ്ഞു. ബിലയാം ഒരു നല്ല ഭക്തനായിട്ട് മരിക്കണമെന്ന് ആഗ്രഹിച്ചവനാ, പക്ഷേ തെമ്മാടിയായിട്ട് ജീവിച്ചവനാ, ദ്രവ്യാഗ്രഹിയായി ജീവിച്ചവനാ, തോന്നിയാസം ജീവിച്ചവനാ, ദൈവമക്കളെ വിറ്റ് കാശ് വാങ്ങിയവനാ. പക്ഷേ അവനും ഉണ്ടായിരുന്ന ഒരാഗ്രഹം. ഏത്? അങ്ങനെ ഉണ്ടല്ലോ. ചൊട്ടച്ചാൻ ദൂരം മാത്രം പറക്കും കോഴി, ഗരുഡിന് പിറകെ ചിറകും വീശി ഗഗനേകനം പറക്കാൻ മോഹമെന്ന് പണ്ട് കവി പറഞ്ഞതുപോലെ. അതെ, അങ്ങനെയുണ്ട് ആഗ്രഹം. അതെ, അതൊക്കെ ആഗ്രഹമാണ്. അങ്ങനെയൊക്കെ കിടന്നൊക്കെ ആഗ്രഹം നടക്കുകയില്ല. അതെ, എന്നാൽ ഭക്തന്മാർ ജീവിക്കുന്നത് പോലെ ജീവിക്കാത്ത ഒരുവനും ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കുവാൻ കഴിയുന്നതല്ല. ബിലയാമിൻ്റെ അന്ത്യം അതീവ കഷ്ടമായിരുന്നു. ഇസ്രയേലിൻ്റെ വാളിനാൽ അവൻ കൊല്ലപ്പെട്ടു. അവനെ വെട്ടിക്കൊന്ന ആരാന്ന് എനിക്കറിയില്ല. ആരായാലും ശരി, അവൻ ദൈവത്തിൻ്റെ ജോലിയാണ് ചെയ്തത്. ദൈവജനത്തെ വിറ്റതായിരിക്കുന്ന ആ മനുഷ്യന് കിട്ടേണ്ട ന്യായമായ കൂലിയാണ് കിട്ടിയത്. ഒരു നായയെപ്പോലെ അവൻ മരിക്കേണ്ടി വന്നു എന്ന് ഞാൻ പറഞ്ഞു. ഭക്തനായി മരിക്കണമെന്ന് ആഗ്രഹിച്ചവൻ മരിച്ചത് ഒരു നായയെപ്പോലെയാണ്. അതുപോലെയാണ്. അപ്പം നല്ല ആഗ്രഹങ്ങൾക്ക് പിന്നിൽ നല്ല ഹൃദയവും നല്ല ജീവിതവും വേണം. നല്ല ആഗ്രഹങ്ങൾ സഫലമാകുവാൻ നാം നല്ലവരായിട്ട് ജീവിക്കണം, നല്ല ചിന്തകൾ ചിന്തിക്കണം, ദൈവത്തോട് നന്മയ്ക്കായി നാം പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് നല്ല അനുഗ്രഹങ്ങൾ വരും. നാം മറ്റാരും ഉപദ്രവിക്കരുത്. പ്രത്യേകിച്ച് ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും ഒരു ദോഷവും ചെയ്യരുത്. അങ്ങനെയൊക്കെ ജീവിച്ചാൽ നമുക്ക് ഭക്തനായി മരിക്കാനൊന്നും ഒക്കുകയില്ല. അത് ഭക്തനായി ജീവിച്ചെങ്കിലേ ഒക്കും. പക്ഷേ കുറഞ്ഞ പക്ഷം ബിലയാം മരിച്ചതുപോലെ മരിക്കാതെ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, നല്ലവരായി ജീവിക്കാം, ഭക്തന്മാരായി ജീവിക്കാം. ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ ഇഷ്ടം ചെയ്ത് നമുക്ക് ജീവിക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്കും പറയാം, കർത്താവേ, എനിക്കൊരു ഭക്തനായി മരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അത്ര വലിയ ഭക്തനൊന്നും ആയിരിക്കില്ല, എങ്കിലും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്നും അങ്ങയുടെ ശിഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം അവിടത്തേക്ക് അറിയാമല്ലോ. എന്നോട് അവിടുന്ന് കരുണ തോന്നണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊന്നുമില്ലാതെ ദൈവജനത്തെ വിറ്റ് കാശും വാങ്ങിയിട്ട്, ചാക്ക് കണക്കിന് സ്വർണ്ണവും വാങ്ങിയിട്ട് ഞാൻ ഭക്തനായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ കിട്ടുമോ? ജീവിക്കാനൊക്കില്ല. നീ ദുഷ്ടനായിട്ട് മരിക്കൂ. അതുകൊണ്ട് ഭക്തനായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് പരമദുഷ്ടനായി മരിച്ച മനുഷ്യനാണ് ബിലയാം. കാരണം അവൻ്റെ ഹൃദയം നിറയെ ദ്രവ്യാഗ്രഹമായിരുന്നു. ദൈവജനത്തെ വിറ്റ് കാശ് വാങ്ങിയ ഒരു മനുഷ്യനാണ്. അവന് ശുഭം വരികയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് അനുഗ്രഹം വരണമെങ്കിൽ നാം നല്ലവരായി ജീവിക്കണം, ഭക്തന്മാരായി ജീവിക്കണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.